മകരം രാശിക്കാരായ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ചേരുന്ന നക്ഷത്രക്കാരുടെ 2026 വർഷഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2026 മകരം രാശിക്കാർക്ക് ഏറ്റവും നല്ല ഒരു വർഷമായിരിക്കും. കാരണം നിങ്ങളുടെ രാശി അധിപൻ ശനിദേവനാണ്. ശനി വർഷം മുഴുവനും മീനൻ രാശിയിലാണ്. അപ്പോൾ 3-ലുള്ള ശനിദോഷമില്ല. അതുകൊണ്ട് ശനിയുടെ പോസിറ്റീവ് ഫലവും ലാഭവും വർദ്ധിക്കും. ആത്മധൈര്യത്തോടെ മുന്നേറാൻ പറ്റും. മുടങ്ങിയ ധനം, മുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയാകും. ഒപ്പം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നല്ലതാകും. സൗഭാഗ്യവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും. വർഷാരംഭത്തിൽ വ്യാഴം മിഥുനൻ രാശിയിലാണ്. നിങ്ങളുടെ രാശിയുടെ 6ാം ഭാവത്തിലാണ്. 6-ലുള്ള വ്യാഴം വരുമാനവും ലാഭവും ഉണ്ടെങ്കിലും ചിലവ് വർദ്ധിക്കും. ജൂൺ 2-ന് വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറും. അപ്പോൾ നിങ്ങളുടെ രാശിയുടെ 7ാം ഭാവത്തിലേക്ക് മാറും വ്യാഴം. 7-ലുള്ള വ്യാഴം കേന്ദ്രത്തിലാണ്. പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ വ്യാഴത്തിന്റെ ഹംസ രാജയോഗം എന്ന രാജയോഗം കിട്ടും. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതി ഉണ്ടാകും. തൊഴിൽപരമായിട്ട് ജോലിയിലും ബിസിനസ്സിലൊക്കെ വിജയിക്കാൻ പറ്റും. കടബാധ്യതകൾ മാറിക്കിട്ടും. വീട് വെക്കാൻ, വസ്തു, ഭൂമിയൊക്കെ വാങ്ങാൻ, വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ്. വിവാഹ ഭാഗ്യം, ദാമ്പത്യം നല്ലതാകും. സന്താന സുഖം വർദ്ധിക്കും. ഐശ്വര്യവും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരും. രാഹു നിങ്ങളുടെ 2ാം ഭാവത്തിലും കേതു 8ാം ഭാവത്തിലുമാണ്. രാഹു കേതു ഒരു സമ്മിശ്ര ഫലമാണ് കിട്ടുക. പണമിടപാടുകളിലൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ വാഹനങ്ങളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കണം. സംസാരം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തെ ഗ്രഹം ബുധനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജാതകത്തിൽ ബുധൻ ബലവാനാണെങ്കിൽ, അതുപോലെ ശുഭസ്ഥാനത്താണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഭദ്ര രാജയോഗം എന്ന ബുധന്റെ രാജയോഗം കിട്ടും. ഭാഗ്യവർദ്ധനവുണ്ടാകും. നല്ല ബുദ്ധി സാമർഥ്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ ജനപ്രിയനാവും. ബുദ്ധി ഉപയോഗിച്ചിട്ട് എല്ലാ മേഖലയിലും വിജയിക്കാൻ പറ്റും. ബിസിനസ്സിൽ നല്ലതാകും. ഒന്നിൽ കൂടുതൽ ധനവരുമാനവും ലാഭവും ഉണ്ടാക്കാൻ പറ്റും. മറ്റെല്ലാ ഗ്രഹങ്ങളും കൂടുതലായിട്ട് പോസിറ്റീവ് ഫലമാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ 2026 നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കൂടുതലായിട്ട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും. ഇനി നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചകളിലും വിഷ്ണു ക്ഷേത്രത്തിൽ അർച്ചന ചെയ്യുന്നതുകൊണ്ട്, അതുപോലെ സർപ്പപ്രീതി വരുത്തുന്നത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. എല്ലാ മകരം രാശിക്കാർക്കും 2026 ഏറ്റവും നല്ല വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.